ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും. അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പേപ്പേഴ്സ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാതാണ് സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് എടുക്കാം ആസ് പെർ റിലേറ്റ് വിത്ത് തിയറി. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് ഇത്രയ്ക്കാണ് ഡിസ്കസ് ചെയ്തത്. റൂൾ എപ്പോഴും റൂളാണ് നമ്മുടെ മെയിൻ. ഇത് ടച്ച് ചെയ്യാനേ പാടില്ല. 26,010 15 ഈ റെഡ് ഇത് ടച്ച് ചെയ്യാനേ പാടില്ല. 61.80% ആണ്. ഇത് എ ആൻഡ് ബി ഇതാണെങ്കിൽ ഈ പ്രൈസ് ഇത് എ ആണെങ്കിൽ ഇത് ബി ആണെങ്കിൽ പ്രൈസ് ഇത് 61.80% ടച്ച് ചെയ്യാനേ പാടില്ല. അതാണ് റൂൾ. പ്രൈസ് എന്ത് ചെയ്തു? ഇവിടെ ഗ്യാപ്പ് നോക്കണം. വാട്ട് ആ ഗ്യാപ്പ്! 26,009 ഓൺലി ഹൈ ആയിരുന്നു അന്ന്. സ്ലോ മൂവാണ്, ഞാൻ ഇല്ലാതെ പറയണില്ല. പ്രൈസ് പ്രോപ്പർലി ആർക്കൊന്നും കിട്ടുന്നില്ല. അന്ന് ഭയങ്കര സ്ലോ ആയിരുന്നു. ഞാൻ ഇന്നലെ വീഡിയോ ഉണ്ടാക്കിയില്ല, കാണുന്നില്ലല്ലോ. പ്രൈസ് ജസ്റ്റ് ഒരു ഫോൾ എൻജൻ 50 or 100 പോയിൻറ്റ്സിൻ്റെ അകത്ത് റേഞ്ചിൽ മാത്രം പ്രൈസിങ് നടക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് വീഡിയോ ഉണ്ടാക്കാനും ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല. ബട്ട് യെസ്, ഞാനിപ്പോൾ ഒരു ദിവസം ഇന്നലെ ഗ്യാപ്പ് എടുത്തായിരുന്നു. ഇന്ന് വീഡിയോ ഉണ്ടാക്കുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ പ്രൈസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ വീണ്ടും ആ വീഡിയോ ഉണ്ടാക്കുന്നു. എന്ന് നമുക്ക് ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താഴത്തെ ലെവൽസ് എല്ലാം ഡിലീറ്റ് ചെയ്യും. നാളെ മേ ബി ഒരു ഡിസൈഡർ ഡേ ആവാം എന്ന് പറയാം. ഡിസൈഡ് ഡേ എന്ന് വെച്ചാൽ പ്രൈസ് സപ്പോസ് നമ്മളന്ന് ഇത് ഡിസ്കസ് ചെയ്തത് ഫുൾ ഇവിടെ നിന്ന് താഴെ നിന്ന് പറയാം. ഇത് താഴെ നിന്ന് ഇവിടെ ഫ്രം ബോട്ടം ടു 1 2 3 ഫുൾ ആൻഡ് ദെൻ ഇത് 4 ആണ്. 4ൻ്റെ അകത്ത് സ്റ്റിൽ 4 ആണ്. ഓക്കെ, 4ൻ്റെ അകത്ത് ഇതുവരെ കാണുന്നത് ഇത് എ, ഇത് ബി ആൻഡ് സി ഓൺ ഗോയിങ് ആണ്. സി ഇവിടെയും തീരാം, എവിടെ തീരാം, ഓർ സി ഇതിൻ്റെ താഴെയും തീരാം. ഗ്യാപ്പ് ഫില്ലാണെങ്കിൽ ദാറ്റ് മീൻസ് വീക്ക്നെസ് ആണ്. ഗ്യാപ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, തേർഡിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത് ദാറ്റ് മീൻസ് സൈൻ ഓഫ് വീക്ക്നെസ് ആണ്. ബുള്ളിഷ് സൈൻ എന്താണ്? തേർഡിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനേ പാടില്ല. സോ പ്രൈസ് ഇവിടെ തീരണം, അല്ലെങ്കിൽ ഇവിടെ തീരണം. സി എവിടെയെങ്കിലും തീരണം. ഇവിടെ തന്നെ തീർന്നാലേ പിന്നെ തിരിച്ച് മുകളിലേക്ക് കയറണമെങ്കിൽ ജെന്വൻ റേലി ആവാം. ഓക്കെ, ആൻഡ് ഇപ്പോൾ കറക്ഷൻ സിയിലെ കറക്ഷൻ വരുന്നത് എങ്ങനെയാണ്? ഫോർത്തിൻ്റെ കറക്ഷൻ എങ്ങനെ വരുന്നത്? ഇത് എ, ഇത് ബി ആൻഡ് സി. സിയുടെ മിനിമം ടാർഗറ്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ആസ് പെർ ഫോർത്ത് എ, ഓക്കെ, ബി ആൻഡ് സി. സിയുടെ മിനിമം ടാർഗറ്റ് ഇത് കണ്ടു 38.80%. ഇതാണ് 50%, 61.80%. അത് ആ ഗ്രീൻ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ഇത് 750 460 or 470 ഏരിയ ഇതുവരെ വരുന്നുണ്ട്. ഓക്കെ, സോ മിനിമം റേഷ്യോസ് ആണ് ഇത്. 61.80%. ഇതിൻ്റെ ബിലോ പോയാൽ വീക്ക്നെസ് സൈനാണ്. ആൻഡ് ദെൻ പിന്നെ 81.0%, 100% അങ്ങനെയൊക്കെ പോകാം. സോ ഈ ഒരു റേഷ്യോ തിക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്റ്റിൽ നമ്മുടെ ഒരു മെയിൻ റേഷ്യോ ആണ്. ഓക്കെ, ഏതാണ് അത്? ഈ ഒരു ഏരിയ 25,460. അത് മെയിൻ ഒരു മേജർ ഏരിയ ആണ് നമ്മുടെ ഇത്. ഓക്കെ, പിന്നെ ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഇൻറ്റർണൽ ലെവൽസ് ആണ്. ഇൻറ്റർണൽ ലെവൽസിന് ദാറ്റ് മീൻസ് പ്രൈസ് ഇൻ കേസ് പ്രൈസ് സപ്പോർട്ട് തിരിച്ച് കയറുവാണെങ്കിൽ ആൻഡ് ഇനി സിറ്റുവേഷനിൽ 26,000 ഈ 20 അബവ് 26,020 അബവ് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ ബുള്ളിഷ് ആവാൻ പോവാണ്. ദാറ്റ് മീൻസ് ഇനി കൺസൾട്ടേഷൻ തീർന്നു ആൻഡ് പ്രൈസ് ഇവിടെ നിന്ന് തന്നെ ബുള്ളിഷ് ആവും. ബട്ട് ആ ഒരു സമയത്ത് 26,000 അബവ് മാത്രമേ ബുള്ളിഷ് ആവുള്ളൂ. വൈ? ഇപ്പോൾ ഇൻ കേസ് 26,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ നിന്ന് ഫിബനാച്ചി ഇങ്ങനെ വയ്ക്കുക. അത് നോക്കുകയാണെങ്കിൽ 61.80% ദാറ്റ് മീൻസ് ടച്ച് ചെയ്തു എന്ന് പറയാം. ഇത് കണ്ട, ഇപ്പോൾ ടച്ച് ചെയ്തിട്ടില്ല ഇതുവരെ. കണ്ട, ടച്ച് ചെയ്തില്ല, ഗ്യാപ്പ് ഉണ്ട് പോയിന്റ്. ഇനി 26,015 അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ 20 കൂട്ടിക്കോ. ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് സൈൻ ഓഫ് ബുള്ളിഷ്നെസ് ആണ് പ്രൈസ്. പിന്നെ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി ആയിരിക്കും ബിഗർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, മനസ്സിലാക്കണം. ഇതുവരെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ 26,020 ഇതിൻ്റെ അബവ് പ്രൈസ് ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്യാൻ എപ്പോഴും ഇമ്പൾസാണ്. 61.80% ആ റേഷ്യോ എപ്പോഴും പ്രൈസ് ടച്ച് ചെയ്താലേ നമുക്കത് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് അത് ഇമ്പൾസാണ്. ദാറ്റ് മീൻസ് ബൈ ഓൺ ഡിപ്സിൻ്റെ സ്ട്രാറ്റജി വർക്ക് ആവാൻ തുടങ്ങുന്നു. ഓരോ സൈൻ ഓഫ് ബുള്ളിഷ് ആണ് 61.80% ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തില്ലെങ്കിൽ പോയിന്റിൽ നിന്ന് മിസ് ചെയ്താൽ ദാറ്റ് മീൻസ് എന്തോ റോങ് ആണ്. ദാറ്റ് മീൻസ് പിന്നെ സ്റ്റിൽ ബുൾസ് അഗ്രസീവ് അല്ല എന്ന് പറയാം. ഇത് എലിറ്റ് വിച്ചറുടെ ഒരു റൂളാണ്. ഞാൻ വീഡിയോസ് ഓൾറെഡി ഇത്ര ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലേണിംഗ് വീഡിയോസിൻ്റെ എൻ്റെ ചാനലിനകത്തൊരു ലേണിംഗ് വീഡിയോസിൻ്റെ ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് ഇഷ്ടംപോലെ ലേണിംഗ് വീഡിയോസ് ഉണ്ട്. ബേസ് ഓൺ എലിറ്റ് വ്യൂ തിയറി ഉണ്ടാകും. അത് മസ്റ്റായിട്ട് കാണണം. പിന്നെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ആ ലിങ്ക് പിന്നെ ചെയ്തേക്കാം. മസ്റ്റായിട്ട് പിന്നെ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ നെക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ആ പേജിലേക്ക് പോകാം. സോ അവിടെ ലേണിംഗ് വീഡിയോസ് മസ്റ്റായിട്ട് എല്ലാവരും കാണണം. ഓക്കെ, ഇനി വേഗം സമയം കളയാതെ നമുക്ക് വേഗം ഈ ഒരു ഇൻറ്റർണൽ മൂവ് മാത്രം ഡിസ്കസ് ചെയ്യാം. ഇത് 1 2, ഇത് ഫുൾ 3, ഇത് 4 ആണോ എന്നൊരു ഡൗട്ട്. മനസ്സിലായോ? ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. അത് ഇത് തന്നെയാണ്. ഇപ്പോൾ ഇത് 1,
ഓക്കെ, ഇത് 2, ഇത് 3 and 4 5 മേ ബി ഇങ്ങനെ പോവാം. 3 4 എന്നിട്ട് 5 ഓർ ഇത് ഫുൾ 3, ഇത് 4 and 5th പെൻഡിങ് ആണോ എന്ന് കൺഫ്യൂഷൻ. മാർക്കറ്റിൽ സ്റ്റിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഈ ചെറിയ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ അവർ കൺഫ്യൂഷൻ തരും. നമുക്കത് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വരിക. ഓക്കെ, കണ്ട പെർഫെക്റ്റ്ലി 50% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം 50% റേഷ്യോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം ഫോൾ തേർഡ് വേവിൻ്റെ ഫോർത്ത് വേവിൻ്റെ മാക്സിമം ഫോൾ 50% വരാവുള്ളൂ. ഓക്കെ, 50% വരാവുള്ളൂ. അതാണ് നമ്മുടെ ഇത്. സോ പ്രൈസ് ഇവിടുന്ന് തന്നെ നാളെ തിരിച്ച് കയറുവാണെങ്കിൽ, ഇവിടുന്ന് തന്നെ പ്രൈസ് റിവേഴ്സ് ആവാൻ തുടങ്ങുവാണെങ്കിൽ, സോ നമുക്ക് പറയാം ഇത് 1 2 തേർഡാണ്, ഇത് ഫോർത്താണ്, ആൻഡ് ദെൻ പ്രൈസ് 5th പോകും. ആൻഡ് ബുൾ സിനാരിയോ ഈ ട്രെൻഡ് ലൈൻ്റെ അബവ് മാത്രമേ. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ്റെ അബവ്. ഓക്കെ, ആ ഒരു ട്രെൻഡ് ലൈൻ്റെ അബവ് മാത്രമേ നമുക്ക് ബുള്ളിഷ്നെസ്. ഇവിടുന്ന് സപ്പോർട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് പറയാം പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്യില്ല, പ്രൈസ് തിരിച്ച്. ദാറ്റ് മീൻസ് ഈ ലെഗിൻ്റെ 1 2 3 ഇത് 4 ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് 15 മേളിലേക്ക് കയറാൻ പോവുക. ആൻഡ് ആ ഒരു തന്നെ 26,000 ഈസി ബ്രേക്ക് ചെയ്യും. അതിൻ്റെ അബവ് പ്രൈസ് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. റൈറ്റ്, അതിൻ്റെ അബവ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ ഇൻ കേസ് ഇവിടുന്ന് ബുള്ളിഷ് ആവുകയാണെങ്കിൽ ഡയറക്റ്റ്ലി, സോ നമുക്ക് നോക്കുകയാണെങ്കിൽ 127%, ഇത് ഇവിടുന്ന് 127 161.80% ആണ് റേഷ്യോ. 26,080 ആൻഡ് 26,170 ആ ഒരു റേഷ്യോസ് ഉണ്ടാവും ഇതിൻ്റെ. ഓക്കെ, സോ അതാണ് നമ്മുടെ നാളത്തെ ഇത്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ബിലോ പോയ വീക്ക്നെസ് ആണ്. ആ വീക്ക്നെസ് നമ്മുടെ ഫോർദർ ലെവൽസ്, വീക്ക്നെസ്സിൻ്റെ ലെവൽ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. എല്ലാം ഇന്നത്തെ ഈ ഒരു ലോയിൽ ഡിപ്പെൻഡാണ് നാളത്തെ കാര്യം കേട്ടോ. സോ 61.80%, 81.20%, 81 ഈ രണ്ട് റേഷ്യോ. ഇൻ കേസ് നാളെ 750 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 61.80%, 81.80%, പിന്നെ 100%, ആൻഡ് പിന്നെ ഈ 460 മേജർ സപ്പോർട്ട്. ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഇവിടെ നിന്ന് തന്നെ. ദാറ്റ് മീൻസ് ഇപ്പോൾ പിൻബാർ ഉണ്ടാക്കിയോ, ഇത് കണ്ട 5 minutes ടൈം ഫ്രെയിം ടൈപ്പ് ഓഫ് പിൻബാർ ഉണ്ടാക്കി വെച്ചേക്കാം. 15 minutes ടൈം ഫ്രെയിമിൽ ഇത് കണ്ട ബുള്ളിഷ് സൈൻ ആണത്. ബട്ട് സ്മോൾ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ബൗൺസ് 1 ആണ്, 2 ആൻഡ് ദെൻ 3 ആയിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 3 4 ആയിട്ട് ഇതിൻ്റെ ബ്രേക്ക് ഔട്ടൊക്കെ തരികയാണെങ്കിൽ പ്രൈസ് ദാറ്റ് മീൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകും. ഓക്കെ, മുകളിലേക്ക് പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഹേർഡിൽ എടുക്കും. അവിടെ 5 മൂവ്സ് കംപ്ലീറ്റ് ആവും, ഡിഗ്രി കംപ്ലീറ്റ് ആവും. റൈറ്റ്, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചെങ്കിൽ ബാക്കി നമുക്ക് പിന്നെ ക്ലിയർ ചെയ്യാം. ബാക്കി ഇച്ചിരി കൺഫ്യൂഷൻ ഡിസ്കഷനൊക്കെ ഉണ്ടാവും, നാളെ നോക്കാം നമുക്ക്. ഓക്കെ, ക്രൂഡ് ഓയിൽ അനാലിസിസ് എടുക്കാം. ക്രൂഡ് ഓയിൽ ഇന്നലെ നമ്മുടെ ഡിസ്കഷൻ ഒന്നും ക്രൂഡ് ഓയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കാം നമുക്ക് ക്രൂഡ് ഓയിൽ വീണ്ടും. ക്രൂഡ് ഓയിൽ ട്രാങ്കിൾ ഒന്നുമില്ല, എനിക്ക് ഇതൊന്ന് ട്രാങ്കിളുടെ ഇതൊന്നും പോകണില്ല. ക്രൂഡ് ഓയിൽ ABCയുടെ A, ഇത് മൊത്തം B and C ആയിട്ട് അങ്ങനെ ക്രൂഡ് ഓയിൽ കൺഫ്യൂസിങ് സ്ട്രക്ചറാണ്. പ്രോപ്പർ മൂവില്ല, സ്കാൽപ്പ് മാത്രമേ ചെയ്യുള്ളൂ. ഞാനിതിനകത്ത് എനിക്ക് പറയാനുള്ളത് ക്രൂഡ് ഓയിൽ ഇതിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ മതി. അതൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് ട്രെൻഡ് ലൈൻ. സോ ക്രൂഡ് ഓയിൽ ഇപ്പോൾ പോയങ്ങനെ ഇത് ABCയുടെ A ആൻഡ് ദെൻ ഇത് ഫുൾ B, ഒത്തിരി ടൈം ടേക്കിംഗ് ആണ്. കണ്ട ഫുൾ B ആൻഡ് സിയുടെ ബൗൺസ് ആണ് ഇപ്പോൾ ഓൺ ഗോയിങ്. സിയുടെ അകത്ത് നമ്മൾ ഐ തിങ്ക് പറഞ്ഞായിരുന്നു ഇത് 1 2 3 4 ആൻഡ് ദെൻ 5th ആണ്. സോ 5th ആയി ഇത് വീണ്ടും താഴേക്ക് തന്നെ വരുന്നുണ്ട്. വീക്ക്നെസ് ആണ് ക്രൂഡ് ഓയിൽ. ബുള്ളിഷ്നെസ് ക്രൂഡ് ഓയിൽ നോക്കാറാണെങ്കിൽ ഇതന്നെ അബവ് നോക്കുക, അല്ലെങ്കിൽ വീക്ക്നെസ് ആണ്. അത്രേ ഉള്ളൂ. കൂടുതൽ എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല, കാണുന്നില്ല, പ്രോപ്പർ ഒന്നും കാണുന്നില്ല കേട്ടോ. അത്രേ ഉള്ളൂ. ബ്രേക്ക് ഔട്ട് ഓർ ബുൾഷസ് വേണം. എന്തെങ്കിലും ന്യൂസ് ബേസ് മാത്രം എന്തെങ്കിലും വന്നാന്നുള്ളൂ, അല്ലെങ്കിൽ ഒന്നുമില്ല. ബാങ്ക് നിഫ്റ്റി പോകാം. കാണുന്നില്ലെങ്കിൽ ഞാൻ ഉള്ളത് പറയും, അല്ലാണ്ട് വെറുതെ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി ലെവൽസ് മാർക്കറ്റാണ്. നമ്മുടെ ഇതൊക്കെ ബുള്ളിഷ്നെസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 61.80%. നമ്മുടെ ഒരു റേഷ്യോ ഓൾറെഡി ഷെയർ ആണ്. ഇല്ലറ്റ് തിയറി മസ്റ്റായിട്ട് പഠിക്കുക. എൻ്റെ ചാനലിനകത്തുണ്ട്. അപ്കമിങ് ടൈമിൽ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും ഓരോ വീഡിയോസ്, ലെസൺസ് ഒക്കെ എല്ലാം മസ്റ്റായിട്ട് ഷെയർ ചെയ്യും ഞാൻ. കാരണം വെച്ചാൽ എനിക്ക് ഷെയർ ചെയ്യണമെന്നാണ്, ഫ്രീ ഓഫ് കോസ്റ്റ്. പിന്നെ എല്ലാം ഈ യൂട്യൂബ് ചാനൽ ഇവിടെ നിന്ന് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങളുടെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അവിടെ നിന്ന് പഠിക്കുക. നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്തിട്ട് ഇത്തിരി തിരക്കാണെങ്കിൽ അവിടെ നിന്ന് പഠിച്ചോ. അല്ലെങ്കിൽ ഞാൻ സ്ലോലി വീഡിയോസ് ഇതൊക്കെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ക്രൂഡ് ഓയിലിൻ്റെ ബുള്ളിഷ്നെസ് 61.80% അപ്പോൾ പോവുകയാണെങ്കിൽ ക്രൂഡ് ഓയിലല്ല, ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ആകുക. അല്ലെങ്കിൽ ഇപ്പോൾ സൈഡ് വേസ് ടു ഇതാണ്. ഇതിൻ്റെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഓക്കെ.
സൈഡ് വേസ് ടു ഇത് ഒന്നും പ്രോപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ഒന്നുമില്ല. ടൈപ്പ് ഓഫ് ഇന്ന് പറയാൻ മീൻസ് മാർക്കറ്റ് സ്ട്രക്ചർ സൈഡ് വേസ് ആണ് ഓവറോൾ ബിഗർ ടൈം ഫ്രെയിമിൽ. ഈ ന്യൂസിന് എന്തോ ഒരു ന്യൂസ് കിട്ടാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്, മീൻസ് വെയിറ്റ് ചെയ്തിരിക്കണം. മീൻസ് എന്തെങ്കിലും ന്യൂസ് വന്നാലേ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത്ര വലിയ റേഞ്ചിൽ ആക്ഷൻ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് വീഡിയോസ് ഉണ്ടാക്കാൻ എനിക്ക് ഒന്നും താല്പര്യമൊന്നുമില്ല. ലേണിംഗ് വീഡിയോസ് വേണമെങ്കിൽ എല്ലാവരും കൂടി ലേണിംഗ് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആളുകൾ ചെയ്യുന്നുണ്ട്, കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് കുറച്ചുകൂടി സപ്പോർട്ട് കൂടുതൽ വേണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സോ ഇത്രയാണ് നമ്മുടെ സെൻസെക്സിൽ വേറെ റെസിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, 1 2 3 സെൻസെക്സ് ഐ തിങ്ക് വീക്ക്നെസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. 61.80% ഇതാണ് ഈ ഒരു റേഷ്യോ. ഇതിൻ്റെ ബില്ല് പോയാൽ ഫർദർ വീക്ക്നെസ് തന്നെ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു ലെവൽ ഐ തിങ്ക് ബ്രേക്ക് ചെയ്ത സെൻസെക്സ് 61.80%, ദാറ്റ് മീൻസ് ഫർദർ 81.100%, പിന്നെ താഴേക്ക് ഫർദർ ലെവൽസ് നമ്മുടെ ആക്റ്റീവ് ആകും കേട്ടോ. ബുള്ളിഷ്നെസ് ഇതിൻ്റെ അഭാവുള്ളൂ. ബട്ട് നാളെ ഇതിലാണ് ഡിപ്പെൻഡ് എല്ലാം. ഈ റേഷ്യോ ബ്രേക്ക് ചെയ്ത ഫർദർ ഫോൾ. ബുള്ളിഷ്നെസ് ഇൻ കേസ് അങ്ങനെ വരികയാണെങ്കിൽ അത് ഇതിൻ്റെ അഭാവം തന്നെ. ഈ ഒരു ട്രെൻഡ് ലൈൻ ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഒക്കെ സൈഡ് വേസ് ആയി കിടക്കും. എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ തന്നെ എനിക്കിപ്പോൾ ഞാൻ എന്തൊരു വീഡിയോ ഉണ്ടാക്കിയത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 1 2 ഇത് ഫുൾ 3, ഇത് 3 ആയി ഇത് ഫുൾ 4 എന്ന് പറയാം. ടൈം ടേക്കിംഗ് ആണ്. വീക്ക്നെസ് ഇതിനകത്ത് ഇല്ല കേട്ടോ, വീക്ക്നെസ് ഇല്ല. ഒരു ഡിപ്പ് തന്നാലും ഇത് കണ്ട കറക്ഷൻസിൻ്റെ 1 2 3 4 ആണ്. താഴത്തെ സപ്പോർട്ട് ഞാൻ ഷെയർ ചെയ്യാതെ ഇത് സപ്പോർട്ട് എടുത്ത് തന്നെ തിരിച്ച് കയറേണ്ടതാണ് ഐ തിങ്ക്. ഇത് കാരണം ഇത് സൈൻ ഓഫ് ബുള്ളിഷ്നെസ് ആണ്. മാക്സിമം 50% വരെ അതാവും. ഓക്കെ, ഇത്രേ ഉള്ളൂ. സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് കയറേണ്ടതാണ്. ടൈം ടേക്കിംഗ് ആണ്, കൺസോളിഡേഷൻ ആണ് ഇതിനകത്ത്. അതാണ് ഇത് സൈഡ് വേസ് കൺസൾട്ടേഷൻ ചെയ്യുന്നത്. സപ്പോർട്ട് എടുത്ത് താഴേക്ക് വന്നിട്ട് പിന്നെ തിരിച്ച് കയറുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.